ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഒരു ലീവുള്ള ദിവസമാണ്, ഒരു ഓഫ് ഡേ ആണ്. അപ്പോൾ വീട്ടിലിരിക്കേണ്ടെന്ന് വിചാരിച്ചു നമുക്കൊന്ന് പുറത്തു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ബസ്സില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നിട്ട് വേണം, ബസ് സ്റ്റോപ്പിലേക്ക് നടന്നിട്ട് വേണം ബസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് കോസ്കോയിലേക്കാണ്. കോസ്കോയിൽ നമുക്ക് മിക്കവർക്കും അറിയാം, ഹോൾസെയിൽ റേറ്റിലായിരിക്കും ഗ്രോസറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ കോസ്കോന്ന് അത് കഴിഞ്ഞിട്ട് ലാൻസ്ഡൗൺ പ്ലേസ് വരെ ഒന്ന് പോയി. അവിടെ ഭയങ്കര സെയിൽ നടക്കുന്നുണ്ടായിരുന്നു ചില ഷോപ്സിൽ. വിൻ്റർ ഓൾമോസ്റ്റ് കഴിയാറായതുകൊണ്ട് റിലേറ്റഡ് സെയിൽസും, അതുപോലെ ബാത്ത് ആൻഡ് ബോഡിയിൽ ഓൾമോസ്റ്റ് സമ്മർ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ഞാനിങ്ങനെ ബാത്ത് ആൻഡ് ബോഡി പോയിട്ട് ഇങ്ങനെ പുതിയ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ന്യൂ ലോഞ്ചസ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. നാട്ടിലുള്ളപ്പോഴേ ബാത്ത് ആൻഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണ്, അത്ര ആക്സസിബിൾ അല്ല, അത്ര ഭയങ്കര എക്സ്പെൻസീവ് ആൻഡ് ലക്ഷറിയസ് പ്രോഡക്റ്റൊക്കെ ആയിരുന്നു എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ ഇവിടെ വന്നിട്ടാണ് ആക്ച്വലി ഇത്രയും ആക്സസിബിൾ ആയിട്ടും അഫോർഡബിൾ ആയിട്ടും ബാത്ത് ആൻഡ് ബോഡിയൊക്കെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. നാട്ടിലുള്ളപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു ബാത്ത് ആൻഡ് ബോഡിയിലെ പ്രോഡക്റ്റ്സ്. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ വന്ന് മേടിക്കാനും അത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്നത്. അങ്ങനെ നമ്മളവിടെ എല്ലാ ഷോപ്സൊക്കെ ഒന്ന് നോക്കി, അവിടുത്തെ റേറ്റ്സും, പുതിയ കുറച്ച് ഷോപ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അപ്പം ഇന്നൊരു നല്ല വെതറായിരുന്നു, അത്യാവശ്യം വെയിലും ഭയങ്കര തണുപ്പുള്ള വെതറൊന്നും ആയിരുന്നില്ല, എന്നാൽ ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ലിഫ്റ്റിലൊക്കെ പോകാമെന്ന്. അവിടെ വന്നിട്ട് ഒരു 1.5 വർഷം ആവാനായെങ്കിലും ഒരു വട്ടം എന്തോ ആണ് ഞാൻ ലിഫ്റ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതും എക്സ്ട്രീം വിൻ്റർ ആയിട്ടുള്ള സമയത്തായിരുന്നു ലിഫ്റ്റിലൊക്കെ പോയത്, അതൊരു വർഷം മുന്നാണ്. അപ്പം ഇന്ന് എന്തായാലും ഇറങ്ങിയതല്ലേ, ലിഫ്റ്റിലൊക്കെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ ആകപ്പാടെ കാണാനുള്ളത് ഈ ലിഫ്റ്റ് ലോക്ക് മാത്രമാണ്. ഇപ്പം ഇതാണ് വേൾഡ്സ് ലാർജസ്റ്റ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ലോക്ക് എന്നറിയപ്പെടുന്നത്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 6 ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തണുപ്പ് ഇങ്ങനെ പതുക്കെ കൂടി തുടങ്ങി. രാവിലെ വെതർ നോക്കിയപ്പോൾ അത്യാവശ്യം വാം ആയതുകൊണ്ട് ഞാൻ തോമൽസോ അല്ലെങ്കിൽ വേറെ വിൻ്റർ ജാക്കറ്റോ ഒന്നും എടുത്തുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ചോന്നിരിക്കണം തണുത്തിട്ട്. ഇവിടെ സ്കേറ്റിംഗ് റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരത് റിമൂവ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയാണ് ലിഫ്റ്റ് ലോക്കിൻ്റെ ഇപ്പോഴത്തെ വ്യൂ. പക്ഷെ ഇപ്പോഴും ആ വെള്ളമെല്ലാം ഫ്രോസൺ ആയിട്ടാണ് ഇരിക്കണേ. അപ്പോൾ എനിക്ക് ഇനിയും കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരു സ്പ്രിങ് മിഡൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടെ വരണമെന്നുണ്ട്. അങ്ങനെ പതുക്കെ തണുപ്പും കാറ്റൊക്കെ കൂടി വന്നു. ഇനി അവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നറിയണതുകൊണ്ട് നമ്മൾ പതുക്കെ വീട്ടിലോട്ട് ഇറങ്ങാൻ നിൽക്കുക. എൻ്റെ കൈയൊക്കെ കണ്ടില്ലേ, ഗ്ലൗസ് ഒന്നും ഇടാണ്ട് ചോന്നു. പിന്നെ ചെറുതായിട്ട് എനിക്ക് കാറ്റടിച്ച് അങ്ങനെ റാഷസൊക്കെ വരും. അങ്ങനെ റാഷസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ മെല്ലെ വീട്ടിലേക്ക് ഇറങ്ങാണ്. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് കാറിൽ കയറി നമ്മൾ വീട്ടിലേക്ക് വരാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. I thought mama promised me a mockingbird, and each note that she sings kind of reminds me of her. A brand new bottle tucked away behind my seat.